നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. നമുക്കറിയാം, ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഉടനീളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സൂപ്പർ താരങ്ങളിൽ ഒരാൾ അത് കരീം ബെൻസിമയാണ്. കഴിഞ്ഞ സമ്മറിലായിരുന്നു അദ്ദേഹം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിൽ എത്തിയത്. ഇത്തിഹാദിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് സ്വന്തം ആരാധകരിൽ നിന്ന് തന്നെ ഏൽക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല, ക്ലബിന്റെ അനുമതി കൂടാതെ അദ്ദേഹം വെക്കേഷന് പോയിരുന്നു. വൈകിക്കൊണ്ടാണ് ടീമിനോടൊപ്പം ചേർന്നത്. അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി അദ്ദേഹത്തിനെതിരെ ക്ലബ്ബ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതുകൊണ്ടൊക്കെ തന്നെയും അൽ ഇത്തിഹാദ് എന്ന ക്ലബ്ബ് വിട്ടുപോകാൻ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ബെൻസിമ തീരുമാനിച്ചു കഴിഞ്ഞു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ചെൽസിക്കും ഈ ഒരു സൂപ്പർ താരത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുൻ ക്ലബ്ബായ ലിയോൺ ഈ ഒരു താരത്തെ തിരികെ എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസറിലേക്ക് കരീം ബെൻസിമ എത്തും എന്നുള്ള റൂമർ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. പക്ഷെ ഇതിനെല്ലാം ഒരു വ്യക്തമായ വിവരം ഇപ്പോൾ ഡേവിഡ് ഓർണസ്റ്റൺ നൽകിയിട്ടുണ്ട്. അതായത് ഈ സീസണിൽ അൽ ഇത്തിഹാദിൽ തന്നെ തുടരാനാണ് കരീം ബെൻസിമയുടെ തീരുമാനം. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിടാൻ ആലോചിക്കുന്നില്ല. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരെ അൽ ഇത്തിഹാദിൽ തന്നെ ബെൻസിമ തുടരും. അതിനുശേഷം മാത്രമാണ് തന്റെ ഭാവിയെ കുറിച്ചുള്ള ഒരു തീരുമാനങ്ങൾ ഈ സൂപ്പർ താരം എടുക്കുക. ഏതായാലും ഈ താരത്തെ കൈവിടാൻ ഇത്തിഹാദ് ഉദ്ദേശിച്ചാൽ പോലും സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തിഹാദ് വിടാൻ തയ്യാറായാലും അല്ലെങ്കിൽ ബെൻസിമക്ക് ആ ഒരു താല്പര്യം ഉണ്ടായാലും മറ്റേതെങ്കിലും സൗദി ക്ലബിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ലീഗ് അധികൃതർ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.